ഭാര്യമാർക്ക് ചിലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ? എന്നാൽ അത്തരത്തിലുള്ള ഭർത്താക്കന്മാരിൽ നിന്നും നിയമപരമായി തന്നെ നമുക്ക് ചിലവിനുള്ള തുക വാങ്ങിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഒരുപാട് സ്ത്രീകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവിന് നൽകുന്നില്ല എന്നാണെങ്കിൽ നിയമപരമായി എങ്ങനെയാണ് ഭർത്താവിൽ നിന്നും ചിലവിനുള്ള തുക വാങ്ങിക്കാൻ സാധിക്കുന്നത് എന്ന്. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഭർത്താവിൽ നിന്നും ചിലവിനുള്ള തുക വാങ്ങിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 144 പ്രകാരം ഭാര്യയ്ക്കും കുട്ടികൾക്കും ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കാനുള്ള അവകാശമുണ്ട്. ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമല്ല, മാതാപിതാക്കൾക്കും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 144 പ്രകാരം ചിലവിന് ലഭിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതികളിലും ഫാമിലി കോടതികളിലുമാണ് ചിലവിന് ലഭിക്കുന്നതിന് വേണ്ടി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 144 പ്രകാരം മെയിന്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. മെയിന്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് ഭർത്താവിന് ഇത്ര രൂപ സാലറി ഉണ്ട്, നല്ല വരുമാനവും നല്ല ജീവിത രീതിയുമാണ് ഉള്ളത്, എന്നിട്ടും ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കുന്നില്ല, അതുകൊണ്ട് ഭാര്യയ്ക്കും കുട്ടികൾക്കും ഇത്ര രൂപ വീതം മാസം ചിലവിനുള്ള തുക തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതികളിൽ ഇത്തരത്തിലൊരു മെയിന്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഭർത്താവ് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി മനഃപൂർവ്വം ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും കോടതി അതിൽ ഇടപെടുകയും ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിനുള്ള തുക നൽകുന്നതിന് വേണ്ടി ഉത്തരവിടുകയും ചെയ്യുന്നതാണ്. ഇതിൽ കോടതി ആദ്യം നോക്കുന്നത് ഭർത്താവിന്റെ വരുമാന മാർഗമാണ്. ഭർത്താവ് സ്വന്തമായി ജോലിയുള്ള ഒരാളായിരിക്കണം. മാത്രമല്ല, മറ്റു മാരക അസുഖങ്ങളൊന്നും ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള ആളുമായിരിക്കണം. അതായത് സ്വന്തമായി ജോലിക്ക് പോയിട്ടെങ്കിലും ഭാര്യയും കുട്ടികളെയും നോക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ഭർത്താവിന് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ടോ ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടോ ഒന്നും ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നതല്ല. ഭാര്യയും കുട്ടികളെയും നോക്കി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉറപ്പായും ഭർത്താവിനുണ്ട്. എത്ര രൂപ വീതം ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. കോടതിയുടെ യുക്തിപരമായ ചിന്തകൾക്കനുസരിച്ചിട്ടായിരിക്കും ആ തുക കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളോട് കൊടുക്കാൻ പറയുന്ന തുകയായിരിക്കില്ല ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളോട് കൊടുക്കാൻ കോടതി പറയുന്നത്. അപ്പോൾ ഭർത്താവിന്റെ ജീവിത നിലവാരവും സാഹചര്യങ്ങളും ലൈഫ് സ്റ്റൈലും സ്റ്റാറ്റസും ഒക്കെ നോക്കിയായിരിക്കും കോടതി ഒരു തുക ഉത്തരവിടുന്നത്. ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് ചിലവിന് ലഭിക്കാത്ത സാഹചര്യങ്ങളുമുണ്ട്. അതായത് ഭാര്യ മറ്റൊരാളുമായി റിലേഷനിലാണെങ്കിലോ മറ്റൊരാളുമായി ജീവിക്കുകയാണെങ്കിലോ ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് ചിലവിന് ചോദിക്കാനുള്ള അവകാശമില്ല. അതേപോലെ ഭർത്താവിനെ ഭാര്യ മനഃപൂർവ്വം ഭർത്താവുമായി ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കില്ല. പക്ഷേ ഭർത്താവിന്റെയോ വീട്ടുകാരുടെയോ മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെയാണ് ഭാര്യ മാറി താമസിക്കുന്നതെങ്കിൽ ഉറപ്പായും ഭാര്യയ്ക്ക് ചിലവിന് ലഭിക്കാനുള്ള അവകാശമുണ്ട്. ഭാര്യയ്ക്കും കുട്ടികൾക്കും ആഹാരം, വസ്ത്രം, മരുന്ന്, മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് ചിലവിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഒരു മെയിന്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും കോടതി അത് അനുവദിക്കും. പിന്നെ ഭാര്യയ്ക്ക് സ്വന്തമായി വരുമാനമില്ലാത്ത ഒരാളായിരിക്കണം. സ്വന്തമായി നല്ല വരുമാനവും കുറെ സ്വത്തുക്കളും ഒക്കെ ഉള്ള ഭാര്യയാണെങ്കിൽ കോടതി ഈ പെറ്റീഷൻ അനുവദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്വന്തമായി നല്ല വരുമാനവും ജോലിയും ഒക്കെ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മെയിന്റനൻസ് ചോദിക്കാൻ കഴിയില്ല. പക്ഷേ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിലും കുട്ടികൾക്കുള്ള മെയിന്റനൻസ് തുക ഭർത്താവിൽ നിന്നും ചോദിക്കാവുന്നതാണ്. കാരണം ഭർത്താവിനും ഭാര്യയ്ക്കും അവരുടെ മക്കളുടെ മേൽ ഒരേ അവകാശം തന്നെയാണ് ഉള്ളത്. രണ്ടുപേർക്കും മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാലോ, കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ അതിന്റെ വിധി ലഭിക്കുന്നതിന് കുറച്ച് സമയമെടുക്കും. കോടതിയിൽ ആ കേസിന്റെ എല്ലാ പ്രൊസീഡിങ്സും കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോടതി വിധി പറയുകയുള്ളൂ. പക്ഷേ ഇത്തരം മെയിന്റനൻസ് കേസുകൾ ഫയൽ ചെയ്യുന്ന സമയത്ത് മെയിന്റനൻസ് പെറ്റീഷന്റെ കൂടെ തന്നെ ഒരു ഇടക്കാല ഹർജിയും ഫയൽ ചെയ്യാറുണ്ട്. അതായത് ഈ മെയിന്റനൻസ് പെറ്റീഷന്റെ വിധി വരുന്നത് വരെ ഈ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിനുള്ള തുക ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇടക്കാല ഹർജി ഫയൽ ചെയ്യുന്നത്. കോടതിയിൽ ഈ മെയിന്റനൻസ് കേസുകൾ നടക്കുന്ന സമയത്ത് ഭാര്യയ്ക്കും കുട്ടികൾക്കും ജീവിക്കണ്ടേ? അതിനുവേണ്ടിയാണ് ഈ ഇടക്കാല ഹർജി കോടതി അനുവദിക്കുന്നത്. ഈ തുക ഫൈനൽ വിധി വരുന്നത് വരെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ലഭിക്കുന്നതാണ്. കോടതിയിൽ നിന്നും ഓർഡർ ആയിട്ടും ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാരെ ജയിലിലേക്ക് വിടുന്ന സാഹചര്യവും ഉണ്ട്. ഭർത്താക്കന്മാർക്ക് ഒരിക്കലും സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.
ഭാര്യയെയും കുട്ടികളെയും നോക്കി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ട്. അപ്പോൾ ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.